प्यारे बच्चों, सबको नमस्कार. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഹാത്തിയോം കി രഹബുസർ കെർണാവർണ്ണൻ യാദവേന്ദ്ര. ഹാത്തിയോം കി രഹബുസർ എന്ന് പറഞ്ഞാൽ ആനകളുടെ സഞ്ചാരം. കെർണാവർണ്ണൻ ഒരു സംഭവം വർണ്ണിക്കുക. യാദവേന്ദ്ര എന്ന ഒരു എഴുത്തുകാരനാണ് ഈ സംഭവം നിങ്ങളോട് വർണ്ണിക്കുന്നത്. तुम सब हाथी को देखा होगा. हाथी एक बड़ा जानवर है. ഇപ്പൊ ആനകളെ കണ്ടാൽ നമ്മള് ഒന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആനനെ കണ്ടാൽ നമ്മളൊന്ന് വണ്ടിയൊക്കെ നിർത്തി ഒന്ന് നോക്കൂ അല്ലെ. അത് വളരെ കൗതുകരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ യാദവേന്ദ്ര ഒരുപാട് യാത്ര നടത്തുന്ന ആളാണ്. അങ്ങനെ യാത്രക്കിടയിൽ ഉണ്ടായ ആനകളെ ആയി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മളോട് വർണ്ണിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കൂ. കേരൾ അവൾ തമിഴ്നാടു കി സിമാപ്പർ ബസേ ജംഗൽ കി ബാത് ഹെ. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയിലുള്ള കാട്ടിലെ കാര്യമാണ്. एक हाथी अपनी दो बच्चों के साथ सड़क पार कर रही थी. ഒരു പിടിയാന തൻ്റെ രണ്ട് കുട്ടികളുമായിട്ട് റോഡ് മുറിച്ചു കൊടുക്കുകയായിരുന്നു. साइकिल से शहर जा रहे एक युवक ने इसका वीडियो बना लिया. സൈക്കിൾ പട്ടണത്തിലേക്ക് പോകുന്ന ഒരു യുവാവ് ഇത് കണ്ടിട്ട് ഇതിന്റെ വീഡിയോ എടുത്തു. कुछ महीनों पहले ये वीडियो खूब फैला. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ വീഡിയോ കുറേ നമ്മളെ മാധ്യമങ്ങളിലൂടെ, അതായത് ഇപ്പോൾ ഫേസ്ബുക്ക്, അതുപോലെ യൂട്യൂബ് റീൽസ്, ഇങ്ങനെ പല മാധ്യമങ്ങളുണ്ട്. ഇതിലൂടെ ധാരാളം പരന്നു. ऐसा नहीं है कि हाथी और उसके बच्चों ने पहली बार कोई सड़क पार की हो. അങ്ങനെയല്ല. ഇത് അതായത് ആദ്യമായിട്ടാണ് ഒരു ആന ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് എന്നല്ല. എന്നാൽ ഇതിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതയാണ് ഈ വീഡിയോ വൈറലാവാൻ കാരണം. യഹാ ഗാസ് താ ഏക് ബच्चे का बहुत छोटा होना. ഈ രണ്ട് കുട്ടികളിൽ ഒരു ആനക്കുട്ടി വളരെ ചെറിയൊരു വലിപ്പം കൊണ്ട് വളരെ ചെറുതായിരുന്നു. രണ്ട് കുട്ടികളിൽ. സടക്ക് ഓർ ജംഗൽക്ക് ബീച്ച് ഡിവൈഡർ ബനാത്ത. നിങ്ങൾ ചെറുത് കാണുന്നുണ്ട്. അതായത് റോഡിന്റെയും കാടിന്റെ ഇടയിൽ ഡിവൈഡർ ഉണ്ടായിരുന്നു. ചോട്ടേക്ക് ഊഞ്ചായി ഡിവൈഡർ ചിത്തനി ഹീത്തി. ചെറിയ ആനക്കുട്ടിയുടെ ഉയരം ഡിവൈഡർ എത്രയാണോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ ചെറിയ ആനക്കുട്ടിന്റെ ഉയരം. हाथी और उसका बड़ा बच्चा आसानी से डिवाइडर पार कर गए. പിടിയാനയുടെ വലിയ കുട്ടിയും വളരെ എളുപ്പത്തിൽ ആ ഡിവൈഡറെ മുറിച്ച് കടന്നു. पर छोटा इधर ही रह गया. എന്നാൽ മുറിച്ച് കടക്കാൻ കഴിയാത്തത് കൊണ്ട് ചെറിയ ആനക്കുട്ടി ആ ഡിവൈഡറിന്റെ താഴെ അവിടെ തന്നെ നിന്നു. മാംകോ അന്തേശാത്ത. അമ്മക്ക് സംശയം ഉണ്ടായിരുന്നു. इसलिए वो जंगल में न जाकर सड़क की तरफ मुंह करके उसे देखने लगी. അതുകൊണ്ട് പിടിയാന ഡിവൈഡറിന് മുറിച്ച് കിടന്നെങ്കിലും കാട്ടിനുള്ളിലോട്ട് പോവാതെ തിരിഞ്ഞിട്ട് തൻ്റെ ചെറിയ കുട്ടിയാന കുട്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിരീക്ഷിച്ചു. മുഖം അങ്ങോട്ട് നോക്കി നിരീക്ഷിച്ചു. അപ്പൊ മനസ്സിലായി ഈ ചെറിയ കുട്ടിക്ക് ഒറ്റയ്ക്ക് ഡിവൈഡർ മുറിച്ച് കിടക്കാൻ കഴിയുന്നില്ല. ഡിവൈഡർ के पास जाकर बच्चे को सूंड से सहारा दिया. പിടിയാന മടങ്ങി വന്ന് തൻ്റെ കുട്ടിയാനേനെ തുമ്പിക്കൈ കൊണ്ട് ഒരു സഹായം കൊടുത്തു. തുമ്പിക്കൈ കൊണ്ട് എന്താ സഹായം, എങ്ങനെ അയച്ചത്? ബच्चे को पीछे से धकेलते हुए, കുട്ടിയെ
പിന്നിൽ നിന്ന് തള്ളിക്കൊണ്ട് ദീവാർ പർ ചടായ, അതായത് അടിവയറിന്റെ മുകളിലേക്ക് ഓടി കയറ്റി. തബ് ജാക്കർ വൈ ഡിവൈഡർ പാർ കർ സക, അങ്ങനെ ആ തൻ്റെ കുട്ടിയാനയ്ക്കും ഡിവൈഡർ മുറിച്ച് കിടക്കാൻ വേണ്ടി കഴിഞ്ഞു. ഫിർ വേ തീനോൻ ജംഗൽ മേ ചലേ ഗയേ, അങ്ങനെ ഇവർ 3 പേരും, ആരൊക്കെ 3 പേര്? പിടിയാന, ആദ്യത്തെ കുട്ടി, രണ്ടാമത്തെ ചെറിയ കുട്ടി, ഇവര് പിന്നെ കാട്ടിലേക്ക് നടന്നു പോയി. ഇസ് കാമേം 15-20 മിനിറ്റ് ഒരു 15-20 മിനിറ്റ് ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചു. തബ് തക് സടക്ക് കെ ദോനോ ഓർ ഗാഡിയാം ലോക് ഖഡേ രഹേ, ആ സമയത്ത് വാഹനങ്ങൾ പോകുന്ന വഴിയാണല്ലോ റോഡ്, അപ്പോ 2 ഭാഗത്തും വണ്ടികളെ നീണ്ട നിരയായിരുന്നു. ഇസ് പ്രേംബരി കൊശ്കോ ധീരജ് കെ സാത്ത് യാർത്തെ രഹേ, അങ്ങനെ ഈ സ്നേഹം നിറഞ്ഞ ഈ ഒരു കഥ, ഈ ഒരു വർണ്ണനമാണ് ആദ്യത്തെ വർണ്ണന. നമുക്ക് അടുത്തൊരു വർണ്ണനയും കൂടെ ലേഖകൻ പറയുന്നുണ്ട്, അതും നമുക്കൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം സെ ജുഡി ഏക് ഓർ ഘടന യാദ് ആ രഹി ഹൈ, ആനയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കൂടെ ഓർമ്മയിലേക്ക് വരികയാണ്. कोई 10 साल पहले हम राजाजी फॉरेस्ट रिजर्व के चीलोम रेंज से होते हुए ऋषिकेश से हरिद्वार की तरफ लौट रहे थे. कोई 10 साल पहले, ഒരു 10 വർഷം മുമ്പ്, ഹം രാജാജി ഫോറസ്റ്റ് റിസർവ് കെ, ഞങ്ങള് രാജാജി ഫോറസ്റ്റ് റിസർവിൽ നിന്നിലൂടെ ചീല റേഞ്ചിലൂടെ ഹോത്തെ വഴി ഋഷികേശ് ഹരിദ്വാർ കി തരഫ്, ഋഷികേശിൽ നിന്ന് ഹരിദ്വാറിലേക്ക് ലൗട്ട് രേഖത്തെ മടങ്ങി വരികയായിരുന്നു. ശാം കാ സമയത്ത, സമയം വൈകുന്നേരമായിരുന്നു. एक जगह पत्थरी सी पहाड़ी नदी सड़क को पार करती थी. ഒരു സ്ഥലത്ത് കുന്നിൻ മുകളിൽ നിന്ന് വരുന്ന നദി റോഡ് മുറിച്ച് ഒഴുകുന്നുണ്ടായിരുന്നു. വഹാ നദിക്ക് ദോനോ തരഫ് ലിഖാ ഹുവാ ഹൈ, നദിയുടെ 2 സൈഡിലും അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത്? ये हाथियों के सड़क पार करने की जगह है, ഇത് ആനകള് റോഡ് മുറിച്ച് കിടക്കുന്ന സ്ഥലമാണ്. യദി ആംകോ ഹാത്തി ദിഖായി ദേന്തോ, നിങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആനയെ കാണുകയാണെങ്കിൽ രുക് ജായേ, അപ്പം തന്നെ അവിടെ വണ്ടി നിർത്തുക. ഹാത്തിയോ കോ സടക്ക് പാർ കർണേതേ, ആനകളെ റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് എന്തേണോ അതിന് വേണ്ടി സൗകര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വണ്ടി നിർത്തുക എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മുझे ये लिखा देखना हमेशा रोमांचित करता था, ഈ എഴുത്ത് കണ്ടാൽ എനിക്ക് എന്താണ് രോമാഞ്ചം ഒരു പറഞ്ഞാൽ ആനകളെ ഇപ്പം മുറിച്ചു കൊടുക്കുക, അല്ലെ ആനകളെ കാണാനുള്ള ഒരു കൗതുകം ഉള്ളത് കൊണ്ട് എനിക്ക് പിന്നെ അതിന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ഈ യാദവേന്ദ്ര പറയുന്നത്. ലേക്കിൻ അബ് തക് ഹാത്തിയോം കോ വഹാൻ സെ ഗുസർത്തെ നഹീ ദേഖാ താ, എന്നാൽ ഇതുവരെ ഞാൻ കുറേ പ്രാവശ്യം അതിൽ പോയിട്ടുണ്ടെങ്കിലും ആനകൾ മുറിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇസ് ബാർ, എന്നാൽ ഇപ്രാവശ്യം വഹാം പോജ്തേ ഹി ഹമേ നദി കി ദോനോ തരഫ് ഗാഡിയാൻ ഗഡി ദേഖി, അവിടെ എത്തിയപ്പം തന്നെ ഹമേ ഞങ്ങളീ ദോനോ തരഫ് 2 ഭാഗത്തും വണ്ടികള്, അതായത് ഗാഡിയോം ഗഡി ദിക്കി വണ്ടികൾ നിർത്തിയിട്ടത് ഞങ്ങള് കണ്ടു. ഹംബി ഗഡേ ഹോകയെ, ഞങ്ങളും അവിടെ നിന്നു. അന്തേര ഹോനേര കഥ, ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇസ്ലിയെ കുച്ച് ലോകോനെ അപ്പനി ഗാഡിയോ കി ഹെഡ്ലൈറ്റ് ജലാലി തീ, കുറച്ചാളുകളെ തങ്ങളുടെ വണ്ടികളെ ഹെഡ്ലൈറ്റ് കത്തിക്കൊണ്ട് തന്നെയായിരുന്നു. കാരണം ഇരുട്ടാവുമ്പോൾ വെളിച്ചം കാണണല്ലോ, അപ്പൊ ഹെഡ്ലൈറ്റ് ഓൺ തന്നെയായിരുന്നു കുറച്ച് വാഹനങ്ങളെ ഹെഡ്ലൈറ്റ്. മെയ് നസർ സാമനേക്ക് ബഡേ ഹാത്തി പർ പടി, എൻ്റെ ശ്രദ്ധ, എൻ്റെ ദൃഷ്ടി മുന്നിലുള്ള ഏറ്റവും ഒരു വലിയ ആനയുടെ മുകളിലേക്കാണ് എൻ്റെ ദൃഷ്ടി പതിഞ്ഞത്.
मैंने इतना बड़ा हाथी पहले कभी नहीं देखा था. ഞാൻ ഇത്രയും വലിയൊരു ആനയെ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഉസ്കെ 60-70 മീറ്റർ, അതിന്റെ ഒരു 60-70 മീറ്റർ पीछे लगभग 20 छोटे बड़े हाथियों का एक झुंड गोल बांधकर खड़ा था. ഈ വലിയ ആനയുടെ 60-70 മീറ്റർ പിന്നില് ഏകദേശം 20ഓളം ചോട്ടെ ബഡേ ഹാത്തിയോ, ചെറുതും വലുതുമായ ആനകളുടെ ഒരു കൂട്ടം ഗോൾ ബാന്ധിക്കർ കെടാത്ത സംഘം ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ടെസ്റ്റ് ചെയ്തത് കാണാം. പിന്നില് ചെറുതും വലുതുമായ ആനകളുടെ ഒരു ഗോളാകൃതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. हाथियों ने वह झुंड अपने बच्चों को बीच में रखने के लिए बनाया था. ആ ആനകള് ആ ഒരു കൂട്ടം തങ്ങളുടെ കുട്ടികളെ ആ കൂട്ടത്തിന് അതായത് കോളത്തിന്റെ നടുവില് അവര് ചെറിയ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെ വെക്കാൻ വേണ്ടി വെക്കുന്നതിനായിരുന്നു ആ രീതിയിൽ ഒരു ഗോളാകൃതിയില് ഈ ആനകൾ നിന്നത്. ബच्चे बीच में थे और बड़े हाथियों ने उन्हें चारों तरफ से घेर रखा था. കുട്ടികൾ ഇവരുടെ ഇടയിലായിരുന്നു. വലിയ ആനകളൊക്കെ 4 ഭാവവും, നടുവിൽ കുട്ടികളും 4 ഭാവവും അതിന് ചുറ്റുപാടും വലിയ ആനകൾ നിന്നിട്ട് ഇവരെ സംരക്ഷിക്കായിരുന്നു. ലേക്കിൻ ബച്ചേത്തോ ബച്ചേട്ടേരെ, അങ്ങനെ കുട്ടികൾ ആ കുട്ടികളായിട്ട് തന്നെ അവിടെ നിന്നു. हर दूसरे मिनट पर कोई न कोई बच्चा घेरा तोड़कर बाहर निकल जाता था. എന്നാൽ ഇടയ്ക്ക് ചില കുട്ടികൾ ഈ ഇവരെ ഗോളാകൃതിയിലെ വലയം വെച്ചിട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോകും. നിക്കളെ ബെഡേകാത്തി ഉസേ പക്കടക്കർ. അപ്പൊ ഏറ്റവും മുന്നിലുള്ള വലിയ ആന ഈ പുറത്തേക്ക് ഓടിപ്പോകുന്ന കുട്ടീനെ പിടിച്ചിട്ട് ഗേർമേലയാത്തെ വീണ്ടും ഇവരെ ഈ ഗോളാകൃതിന്റെ നടുവിൽ അവിടെ ഉണ്ടാക്കും. സബ് ബെഡാ മസേദാർത്ത, അത് വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നത്. ലേക്കിൻ സബ്സെ ജ്യാദാ ഗൗരതലബ് താ സർദാർ കാ കുൻബേ കി അഗുആയി കാ ഠങ്. എന്നാൽ ഏറ്റവും കൗതുകം സർദാർ എന്ന ബഡേഹാത്തി, ഈ വലിയ ആന തൻ്റെ ഈ കുടുംബത്തിന് മൊത്തം നേതൃത്വം കൊടുക്കുന്ന ആ ഒരു കാഴ്ച. എന്താണ് ഏറ്റവും മുന്നിലെ വലിയ ആൾ നിൽക്കുക, ഏതെങ്കിലും കുട്ടി പുറത്തേക്ക് ചാടിപ്പോകുന്ന നോക്കുക, ചാടിപ്പോകുന്ന കുട്ടീനെ വീണ്ടും പിടിച്ചിട്ട് പിന്നെ ഈ വട്ടത്തിൽ ഈ ഗോളാകൃതിയിലുള്ള വലയത്തിലാക്കുക. ഇതൊരു വളരെ കൗതുകരമായ ഒരു രസകരമായ ഒരു കാഴ്ചയായിരുന്നു എന്നാണ് നമ്മുടെ യാദവേന്ദ്ര നമ്മളോട് പറഞ്ഞത്. അല്ലേ, വളരെ രസല്ലേ? ഇനി അടുത്ത പാരഗ്രാഫ് നോക്കുക. हाथियों का झुंड जहां का तहा गड़ा रहा और सरदार सदे कदमों से तीनों तरफ देखता हुआ. ആ ആനകളെ കൂട്ടം അവിടെ തന്നെ നിൽക്കുകയാണ്. ആ കൂട്ടം ഒന്നായിട്ട് നടക്കുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. നടുവിൽ കുട്ടികളും ചുറ്റുപാടും വലിയ ആനയും. ആ സമയത്ത് സർദാർ സദേ കദമോൻസേ, സാധാരണത്തിലുള്ള അടിയോട് ഓരോ അടിയോടും കൂടി മുന്നോട്ട് നടന്നിട്ട് തീനോൻ തരം 3 ഭാഗം നോക്കുകയാണ്. അല്ലേ, മുന്നോട്ട്, സൈഡിലേക്ക്, അങ്ങോട്ട്, അങ്ങനെ 3 ഭാഗവും ഈ നിരീക്ഷിക്കുകയാണ്. എന്തെങ്കിലും അപകടം ഉണ്ടോ, എന്തെങ്കിലും ആനകൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടോ. തൻ്റെ നേതാവാണല്ലോ, നേതാവ് അണികൾക്ക് യാതൊരു അപകടം ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ്. ധീരെ ധീരെ സടക് തക് ആയ, അങ്ങനെ സാവധാനം ഒരു റൂട്ടിലേക്ക് എത്തി. സടക് പർ പോച്ച്കർ ഉസ്നെ ചൗദീ തരഫ്, അതായത് റോഡിലെത്തിയിട്ട് 4ാമതൊരു ഭാഗത്തെയും കൂടെ, ഏതാ 4ാമത് ഭാഗം? പിന്നോട്ടല്ലേ, ഇടത്ത് നോക്കി, വലത്ത് നോക്കി, മുന്നോട്ട് നോക്കി. ഇനി റോഡിലെത്തിയിട്ട് ഒന്ന് തിരിഞ്ഞ് 4ാമത്തെ ഭാഗം എന്നല്ലാതെ പിന്നിലേക്ക് ഒന്ന് നോക്കി. यानी पीछे मुड़कर भी देखा. वह शायद पूरी तसल्ली कर लेना चाहता था कि उनके कुनबे पर कोई खतरा नहीं है. ഒരു പക്ഷേ എന്താണ് അവർക്ക് ആ നേതാവിന് ആശ്വാസം കിട്ടണം. എന്ത്, ഒരു അപകടവും തൻ്റെ
ആനക്കൂട്ടത്തിന് ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, അപകടം ഉണ്ടാകാൻ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് പിന്നോട്ട് തിരിഞ്ഞ് നോക്കിയത്. സർദാർ ഹാത്തി ബീച്ച് സടക് പർ 2-3 മിനിറ്റ് കടാരഹ. അങ്ങനെ റോഡില് 2-3 മിനിറ്റ് ഈ സർദാർ ഹാത്തി പറഞ്ഞാല് ഈ ബഡേ ഹാത്തി അവിടെ നിന്നു, 2-3 മിനിറ്റ് നിന്നു. ഫിർ ചാരോ തരഫ് വേ ഗോൾ ചക്കർ ലഗായ. ഈ 4 ഭാഗത്ത് ഒന്ന് വട്ടം ചുറ്റി, മൊത്തം വട്ടം ചുറ്റി. इसके बाद सड़क पार कर गंगा नदी की तरफ वाले जंगल की ओर चला. അതിനുശേഷം റോഡ് മുറിച്ചു കടന്ന് ഗംഗാനദിയുടെ ഭാഗത്തുള്ള കാട്ടിലേക്ക് നടന്നു. കരീബ് 50 മീറ്റർ ആകെ ജാക്കർ റുക്കയ. ഏകദേശം 50 മീറ്റർ മുന്നിലേക്ക് നടന്നിട്ട് അവിടെ നിന്നു. ഉസ്നെ ഫിർ സേ മുടുക്കർ ദേക്ക. നിന്നതിന് ശേഷം വീണ്ടും തന്റെ ആനക്കൂട്ടത്തിന്റെ തിരിഞ്ഞു നോക്കി. ആനക്കൂട്ടം ഈ നേതാവിന്റെ, അതായത് ബഡേ ഹാത്തിന്റെ പിന്നിലാണ് ഈ ആനക്കൂട്ടം. ഒന്ന് തിരിഞ്ഞു നോക്കി. ചാരോ തരഫ് തേക്ക് പൂരി തസലിക്ക്. 4 ഭാഗം ഒന്നുകൂടെ നോക്കി. ഫിർ വാപ്പസ് കൊടുക്കർ. പിന്നെ തിരിഞ്ഞിട്ട് മടങ്ങി, അല്ലെ തിരിഞ്ഞിട്ട് അപ്പനെ കുൻബേക്ക് തരഫ് ചല. 50 വീട് നടന്നിട്ട് വീണ്ടും തിരിഞ്ഞിട്ട് കാട്ടിനുള്ളിലോട്ട് പോകല്ല, തൻ്റെ ആനക്കൂട്ടത്തിന്റെ കുടുംബത്തിന് നേരെ നടക്കുകയാണ്. അത് മുന്നോട്ട് പോയ ഈ വലിയ ബഡേ ഹാത്തി വീണ്ടും പിന്നിലേക്ക് നടക്കുക. ബീച്ച് സടക്ക് ടയർക്കർ. അങ്ങനെ റോഡില് നിന്നിട്ട് ഉസ്നെ ഫിർ ചാരോ തരഫത്തേക്ക നോക്കും. വീണ്ടും ഒരിക്കൽ കൂടി 4 ഭാഗം നോക്കുക. അവർ അപ്പനെ കുൻബേക്കെ പാസ് ആയ. എന്നിട്ട് തന്റെ ആനക്കൂട്ടത്തിന്റെ അടുത്ത് എത്തി. കുൻബ ധീരസെ അപ്പനെ സർദാർ കൻസാർ കർത്ത കടാത്ത. ധീരസെ പറഞ്ഞ ക്ഷമയോടെ, കുടുംബം ക്ഷമയോടുകൂടി തങ്ങളെ സർദാറിനെ, ഞങ്ങളുടെ നേതാവിനെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. സർദാറിനെ ഉസ്നെ ക്യാ കഹ യേ തോ ഹം നഹീ ജാൻതേ. സർദാർ അവരോട് എന്താ പറഞ്ഞത് നമുക്ക് അറിയില്ല. ലേക്കിൻ ഹംനെ ദേഖാ കി സർദാർ ഹാത്തി ആകെ അവർ ഉസ്കാ കുൻബ പീച്ചെ ഗംഗാ കി തരഫ് ബഡാ. എന്നാലേ നമ്മളെ കണ്ട് സർദാർ മുന്നിലും ബാക്കി ആനക്കൂട്ടം അതിന്റെ പിന്നിലുമായിട്ട് ഗംഗയുടെ നേരെ, അതായത് മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഗംഗയുടെ നേരെ ആ കൂട്ടം നടന്നു. സടക് പർ സർദാർ ഹാത്തി ഏക് ബാർ ഫിർ ഗഡാ ഹുവാ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റോഡില് ഒരു പ്രാവശ്യം കൂടെ ഈ നേതാവായ ആന സർദാർ ഹാത്തി, ബഡാ ഹാത്തി നിന്നു. ചാരോ തരഫ് തേക്ക. ഒന്നുകൂടെ 4 ഭാഗം നോക്കി. അവർ ഗംഗാക്കി തരഫ് കഥം ബഡാദിയെ. എന്നിട്ട് ഗംഗയുടെ നേരെ മുന്നോട്ടേക്ക് ഗംഗാ നദിയിലേക്ക് മുറിച്ചു കിടക്കാൻ വേണ്ടി നടന്നു. പീച്ചെ പച്ചസ്ക പൂരാ കുംബ പാനി പീനെ കെ ജംഗൽ മേ ചലാ ഗയാ. പിന്നില് മുഴുവൻ ആനക്കൂട്ടവും വെള്ളം കുടിക്കാൻ വേണ്ടി കാട്ടിലേക്ക് നടന്നുപോയി. मैंने इससे पहले इतनी संजीदगी और धीरज के साथ अपना फर्ज निभाते किसी को नहीं देखा था. ഇതിനു മുമ്പ് ഇത്രയും ഗൗരവത്തോട് കൂടിയിട്ട്, ക്ഷമയോട് കൂടിയിട്ട് തങ്ങളെ കടമ നിർവഹിക്കുന്ന ആരും കണ്ടില്ല. കിസി ഇൻസാൻ കോബിനെ, മനുഷ്യരിൽ പോലും ഉണ്ടാവാൻ ഇത്രയും ശ്രദ്ധിച്ചിട്ട് പോകുന്ന കാര്യം. അപ്പൊ ഇതിനു മുമ്പ് ഒരിക്കലും ഈ ഗൗരവം. അപ്പൊ ഈ ആനകൾ, ഈ പ്രത്യേകതകളാണ് നമ്മുടെ, അതായത് ഈ ലേഖകൻ നമ്മളോട് വർണ്ണിക്കുന്നത്. നമുക്കിതിന്റെ വർക്ക്ഷീറ്റുകൾക്ക് ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് കേട്ട എല്ലാവർക്കും बहुत बहुत धन्यवाद. अगले कक्षा में मिलेगा. ओके बाय.